നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രൂപ തകർച്ചയുടെ പുതിയ റെക്കോർഡുകൾ തീർത്തതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന തിരക്കിലാണ് പ്രവാസികൾ. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് എല്ലാ പ്രവാസികളും. വിനിമയ മാർക്കറ്റിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച തുടർക്കഥയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ രൂപയുടെ മൂല്യം എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണിരിക്കുകയാണ്. പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് US ഡോളറിന് മുൻപിൽ കിതയ്ക്കുകയാണ് ഇന്ത്യൻ രൂപ. ഇന്ത്യൻ കറൻസി 80-ന് മുകളിലേക്ക് ഇടിയില്ലെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധർ നടത്തിയ പ്രവചനം. എന്നാൽ ഡോളറിന് മുന്നിൽ ഇപ്പോൾ കിതയ്ക്കുകയാണ് ഇന്ത്യൻ രൂപ. US ഡോളറിനെതിരെ 39 പൈസ ഇടിഞ്ഞ് 82.69 എന്ന റെക്കോർഡ് താഴ്ചയെയും അഭിമുഖീകരിക്കുകയാണ് രൂപ. ഈ വീണു കിട്ടിയ അവസരമാണ് ഓരോ പ്രവാസികളും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വായ്പകൾ തിരിച്ചടയ്ക്കുവാനുള്ളവർക്കും വിവിധ വായ്പകളുടെ EMI അടയ്ക്കാനുള്ളവർക്കും ഒക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഏറ്റവും അധികം ഗുണം ചെയ്യുക. UAE ദിർഹത്തിനെതിരെ 22.53 രൂപയാണ് മൂല്യം. ഇന്റർബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ രൂപ US ഡോളറിനെതിരെ 82.32 തുടങ്ങി. തുടർന്ന് 82.69 കുറഞ്ഞു. മുൻ ക്ലോസിംഗ് വിലയേക്കാൾ 39 പൈസയുടെ ഇടിവാണ് കാണിക്കുന്നത്. അസംസ്കൃത എണ്ണവില ഉയർന്നതാണ് രൂപയുടെ മൂല്യത്തെ സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനയും നിക്ഷേപകർ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞതും ആഭ്യന്തര ഓഹരി വിപണിയിലെ ഇടിവും US കറൻസി ശക്തി പ്രാപിച്ചതും രൂപയ്ക്കുമേൽ അധിക സമ്മർദ്ദം ചെലുത്തിയതായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള എണ്ണ സൂചികയായ ബ്രെന്റ് ക്രൂഡ് ബാരലിന് 0.87% ഇടിഞ്ഞ് 97.07 രൂപയെ സംരക്ഷിക്കാൻ RBIയുടെ കൈവശം വിദേശ നാണ്യ ശേഖരവും കുറവാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾ അത്ര ഫലം കാണുന്നില്ല എന്നും വിലയിരുത്തലുകളുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ കാണിക്കുന്നത്. വരും കാലത്ത് കറൻസി വീണ്ടും കൂടുതൽ ദുർബലമാകുമെന്നും മൂല്യം 82.5 രൂപ വരെ ഇടിയുമെന്ന ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഡോളറിന്റെ കുതിപ്പ് രൂപയെ മാത്രമല്ല മറ്റ് ഏഷ്യൻ കറൻസികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. രൂപയ്ക്കൊപ്പം ഇവയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ്. യൂറോയും 2 പതിറ്റാണ്ടിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും രൂപയുടെ വിലയിടിവ് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തിരക്കിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.